ആക്രമിച്ച കേസിൽ പ്രതികളായ പൾസർ സുനി അടക്കമുള്ള പ്രതികളെ ഇപ്പോൾ വിയ്യൂർ സെൻട്രൽ ജയിലിലേക്ക് കൊണ്ടുപോകാൻ പോവുകയാണ്. ആ ദൃശ്യങ്ങളിലേക്ക് നമ്മൾ പോവുകയാണ്. അതായത് അല്പസമയം മുൻപ് ഇന്ന് ഏകദേശം 4:30 വിധി പ്രസ്താവം ശിക്ഷാവിധി ജഡ്ജി പറഞ്ഞത്. അതിനുശേഷം നമ്മൾ ദൃശ്യങ്ങളിൽ കാണുകയാണ് 6 പ്രതികൾ 1 മുതൽ 6 വരെയുള്ള പ്രതികളെ ഇപ്പോൾ വിയ്യൂർ സെൻട്രൽ ജയിലിലേക്ക് കൊണ്ടുപോവുകയാണ്. ആ ദൃശ്യങ്ങളിലേക്കാണ് നമ്മൾ കടക്കുകയാണ്. പൾസർ സുനി, പ്രദീപ്, വിജീഷ്, മണികണ്ഠൻ, മാർട്ടിൻ, വടിവാൾ സലീം ഈ 6 പേരെയും ഇപ്പോൾ വിയ്യൂരിലെ സെൻട്രൽ ജയിലിലേക്ക് കൊണ്ടുപോവുകയാണ്. നടി ആക്രമിച്ച കേസിൽ പൾസർ സുനി അടക്കമുള്ള പ്രതികളെ ശിക്ഷ വിധിച്ചു. ആദ്യം കുറ്റക്കാരനാണെന്ന് കണ്ടെത്തി, പിന്നെ ശിക്ഷ വിധിച്ചു. അത് കഴിഞ്ഞതായി ഇപ്പോൾ അവരെ ജയിലിലേക്ക്, അഴിക്കുള്ളിലേക്ക് കൊണ്ടുപോവുകയാണ്. 6 കുറ്റവാളികൾക്കും 1 മുതൽ 6 വരെയുള്ള കുറ്റവാളികൾക്ക് 20 വർഷം കഠിന തടവും 1.5 ലക്ഷം രൂപ പിഴയുമാണ് വിധിച്ചത്. പ്രോസിക്യൂഷന് വലിയ തിരിച്ചടി തന്നെയാണ്. കാരണം പരമാവധി ശിക്ഷ ഒരു പ്രതിക്ക് പോലും, ഒന്നാമത്തെ പ്രതിയായ പൾസർ സുനിക്ക് പോലും ഉറപ്പാക്കാൻ പ്രോസിക്യൂഷന് കഴിഞ്ഞിട്ടില്ല. കിട്ടിയത് ഏറ്റവും കുറഞ്ഞ ബലാത്സംഗ കേസിൽ കിട്ടാവുന്നതിൽ ഏറ്റവും കുറഞ്ഞ ശിക്ഷയാണ് ഈ 1 മുതൽ 6 വരെയുള്ള പ്രതികൾക്ക് ലഭിച്ചിട്ടുള്ളത്. പ്രോസിക്യൂഷന് തിരിച്ചടിയാണ്. അപ്പീൽ പോകുമെന്ന് പ്രോസിക്യൂഷൻ അറിയിച്ചിട്ടുണ്ട്. പ്രതികളുടെ പ്രായം, അതായത് എല്ലാ പ്രതികളും 40 വയസ്സിന് താഴെയാണ്. ആ പ്രായം കൂടി പരിഗണിച്ചാണ് പരമാവധി ശിക്ഷയിലേക്ക് പോകേണ്ടതില്ല എന്നൊരു തീരുമാനത്തിലേക്ക് എത്തിയതെന്നാണ് കോടതി പറഞ്ഞത്. പ്രതികളുടെ പ്രായവും കുടുംബ പശ്ചാത്തലവും കോടതി പരിഗണിച്ചു. എസ് അരുൺ ശങ്കർ വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുന്നുണ്ട്. അരുൺ, വിയ്യൂരിലേക്ക് കൊണ്ടുപോവുകയാണ്. അതെ, നടിയെ ആക്രമിച്ച കേസിൽ 20 വർഷം തടവിന് ശിക്ഷ വിധിച്ച 6 പ്രതികളെയും കൊണ്ട് ഇപ്പോൾ വാഹനം വിയ്യൂരിലേക്ക് പോയിരിക്കുകയാണ്. അല്പസമയം മുമ്പാണ് ഇതുമായി ബന്ധപ്പെട്ടുള്ള നടപടിക്രമങ്ങൾ പൂർത്തിയാക്കിയത്. അതിനുശേഷം ഈ 6 കുറ്റക്കാരായി കണ്ടെത്തിയ 6 പേരെയും വാഹനത്തിലേക്ക് കയറ്റി ആ സമയത്ത് ഈ ശിക്ഷ സംബന്ധിച്ചുള്ള ചോദ്യങ്ങൾ മാധ്യമപ്രവർത്തകർ ഉന്നയിച്ചു, ദിലീപുമായിട്ടുള്ള വിഷയവും ഉന്നയിച്ചു. പക്ഷെ അക്കാര്യത്തിൽ ഒന്നും ഒരു മറുപടി പറയാൻ പിന്നെ ഈ പൾസർ സുനി തയ്യാറായില്ല. ഇപ്പോൾ അഭിഭാഷകർ ഇക്കാര്യത്തിൽ പ്രതികരിക്കാൻ സാധ്യതയുണ്ടെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അതെ, നമ്മൾ ഇപ്പോൾ കാണുന്ന ദൃശ്യങ്ങൾ അത് എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയിൽ നിന്ന് ഈ പ്രതികളെ വിയ്യൂർ സെൻട്രൽ ജയിലിലേക്ക് കൊണ്ടുപോവുകയാണ്. അതിന്റെ ദൃശ്യങ്ങളാണ് നമ്മൾ ഈ കാണുന്നത്. 6 പ്രതികൾക്കും 20 വർഷം കഠിന തടവും അതോടൊപ്പം 1.5 ലക്ഷം രൂപ പിഴയും അതാണ് ശിക്ഷ വിധിച്ചത്. പ്രതികളുടെ പ്രായവും അതോടൊപ്പം തന്നെ കുടുംബ പശ്ചാത്തലവും പരിഗണിച്ചാണ് പരമാവധി ശിക്ഷയിലേക്ക് പോകാഞ്ഞത് എന്നാണ് കോടതി പറഞ്ഞത്. തടഞ്ഞുവെക്കലിന് 1 വർഷവും പ്രേരണാ കുറ്റത്തിന് ശിക്ഷയും കോടതി വിധിച്ചിട്ടില്ല. പ്രോസിക്യൂഷനെ സംബന്ധിച്ച് വലിയ തിരിച്ചടിയാണ്. കാരണം കേരളം കാത്തിരുന്ന കേസാണ്. 8 വർഷം അതിജീവിത നടത്തിയ സന്ധിയില്ലാത്ത നിയമ പോരാട്ടമാണ്. അതിന് പര്യവസാനമായി എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. കാരണം മേൽക്കോടതികളിലേക്ക് പോകും, അപ്പീലുമായി പോകും. വിധിയിൽ സംതൃപ്തിയില്ല, നിരാശയാണ്, ഏറ്റവും കുറഞ്ഞ ശിക്ഷയാണ് ലഭിച്ചതെന്ന് പ്രോസിക്യൂഷന്റെ ഭാഗത്തു നിന്നുള്ള പ്രതികരണം നമ്മൾ കേട്ട് കഴിഞ്ഞിട്ടുണ്ട്. അതോടൊപ്പം ഇതിൽ 1-ാം പ്രതിയായ ഏറ്റവും ക്രൂരത അതിജീവിതയോട് കാണിച്ച പൾസർ സുനി ആയിരിക്കും ഈ തടവ് ശിക്ഷ അനുഭവിച്ച് ആദ്യം പുറത്തിറങ്ങുക എന്നുള്ള നിരാശ കൂടി നമ്മുടെ മുന്നിലുണ്ട്. എന്തായാലും അപ്പീൽ പോകാൻ തന്നെയാണ് പ്രോസിക്യൂഷന്റെ തീരുമാനം. അതോടൊപ്പം ആ വിധിന്യായം ഇതുവരെ നമ്മുടെ മുന്നിലേക്ക് വന്നിട്ടില്ല. 8 വർഷം നീണ്ട വിചാരണയാണ്. അതിന്റെ വിധിന്യായം വന്നാൽ മാത്രമേ എവിടെയൊക്കെയാണ് പ്രോസിക്യൂഷന് പിഴച്ചത്, എന്തൊക്കെ തെളിവുകൾ ഹാജരാക്കുന്നതിൽ പ്രോസിക്യൂഷൻ പരാജയപ്പെട്ടു, ഗൂഢാലോചന കുറ്റം എന്തുകൊണ്ട് തെളിയിക്കാൻ കഴിഞ്ഞില്ല, 8-ാം പ്രതിയായ ദിലീപ് എങ്ങനെയാണ് കുറ്റവിമുക്തനായത്, ഈ ചോദ്യങ്ങൾക്കുള്ള ഉത്തരമെല്ലാം ആ വിധിന്യായം പുറത്തു വന്നാൽ നമുക്കറിയാൻ കഴിയും. ജഡ്ജി അത് തന്നെയാണ് പറഞ്ഞത്. വിധിന്യായത്തിൽ എല്ലാം ഉണ്ടെന്നായിരുന്നു ജഡ്ജി ഇന്ന് കോടതിയിൽ പറഞ്ഞത്. എന്തായാലും 6 പ്രതികളെയും ഇപ്പോൾ വിയ്യൂരിലെ സെൻട്രൽ ജയിലിലേക്ക് കൊണ്ടുപോവുകയാണ്. കിട്ടിയത് ഏറ്റവും കുറഞ്ഞ ശിക്ഷയാണ് എന്നുള്ള ആരോപണവും ആക്ഷേപവും ഉയർന്നു കഴിഞ്ഞിട്ടുണ്ട്.